വിശ്വവിജയിയായ പക്ഷിരാജാവിൻ്റെ ഉത്ഭവകഥ കേട്ടാലോ? എല്ലാവരും പൂർണ്ണമായും കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. പുരാണങ്ങളിലെ ഏറ്റവും കരുത്തനായ പക്ഷി, മഹാവിഷ്ണുവിൻ്റെ വാഹനം, നാഗങ്ങളുടെ അന്തകൻ, ഗരുഡനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ ഏറെയാണ്. എന്നാൽ ഗരുഡൻ്റെ ജനനം എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ഗരുഡൻ നാഗങ്ങളുടെ ശത്രുവായത്? എങ്ങനെയാണ് പക്ഷിരാജാവായ ഗരുഡൻ വൈകുണ്ഠനാഥൻ്റെ വാഹനമായി മാറിയത്? വ്യാസമഹാഭാരതത്തിലെ ആദിപർവത്തിൽ വിവരിക്കുന്ന ഈ അത്ഭുത കഥയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. കഥ തുടങ്ങുന്നത് ദക്ഷപുത്രിമാരായ കദ്രുവിൽ നിന്നും വിനതയിൽ നിന്നുമാണ്. ഇരുവരും കശ്യപ പ്രജാപതിയുടെ പത്നിമാരായിരുന്നു. ഒരിക്കൽ സന്തോഷവാനായ കശ്യപൻ അവർക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. കദ്രു ആവശ്യപ്പെട്ടത് അതിശക്തരായ 1000 പുത്രന്മാരെയായിരുന്നു. എന്നാൽ വിനത ആവശ്യപ്പെട്ടത് കദ്രുവിൻ്റെ പുത്രന്മാരെക്കാൾ കരുത്തരായ വെറും 2 പുത്രന്മാരെ മാത്രമായിരുന്നു. കാലം കടന്നുപോയി. കദ്രു 1000 മുട്ടകളും വിനത 2 മുട്ടകളും പ്രസവിച്ചു. 500 സംവത്സരങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് 1000 നാഗങ്ങൾ പുറത്തു വന്നു. എന്നാൽ വിനതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല. അക്ഷമയായ വിനത മുട്ട പൊട്ടിച്ചു നോക്കി. അർദ്ധവളർച്ച മാത്രമെത്തിയ ഒരു കുമാരനായിരുന്നു അതിനുള്ളിൽ. അരുണൻ എന്നായിരുന്നു അവൻ്റെ പേര്. തൻ്റെ വളർച്ച പൂർത്തിയാകാൻ അനുവദിക്കാത്തതിൽ ക്രുദ്ധനായ അരുണൻ അമ്മയെ ശപിച്ചു. തൻ്റെ സഹോദരിയായ കദ്രുവിൻ്റെ ദാസിയായി നീ 500 വർഷം കഴിയേണ്ടി വരും. നിന്റെ അടുത്ത പുത്രൻ നിന്നെ ഈ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കും. പിന്നീട് അരുണൻ സൂര്യൻ്റെ തേരാളിയായി ആകാശത്തേക്ക് ഉയർന്നു. ഒരിക്കൽ കദ്രുവും വിനതയും കടൽ തീരത്ത് സമയം ചെലവഴിക്കവേ ഇരുവരും പാലാഴി മഥനത്തിൽ നിന്നും ഉയർന്നു വന്ന ഉച്ചൈശ്രവസ് എന്ന കുതിരയെ ചൊല്ലി തർക്കമായി. കുതിരയ്ക്ക് പൂർണ്ണ വെളുപ്പാണെന്ന് വിനതയും വാലിന് കറുത്ത നിറമുണ്ടെന്ന് കദ്രുവും വാദിച്ചു. പരാജയപ്പെടുന്നവർ വിജയിയുടെ ദാസിയാകണമെന്നായിരുന്നു പന്തയം. കുതിരയുടെ വാൽ വെളുപ്പാണെന്നറിയാമായിരുന്ന കദ്രു ചതിപ്രയോഗം നടത്തി. തൻ്റെ നാഗപുത്രന്മാരോട് കുതിരയുടെ വാലിൽ കറുത്ത രോമങ്ങൾ കണക്ക് തൂങ്ങിക്കിടക്കാൻ അവൾ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് നോക്കിയപ്പോൾ കുതിരയുടെ വാലിൽ കറുപ്പ് കണ്ട് വിനത അമ്പരന്നു. പന്തയത്തിൽ തോറ്റ വിനത കദ്രുവിൻ്റെ ദാസിയായി മാറി. കൃത്യം 500 വർഷം കഴിഞ്ഞപ്പോൾ വിനതയുടെ 2ാമത്തെ മുട്ട വിരിഞ്ഞു. അതിൽ നിന്ന് പർവ്വത തുല്യമായ ശരീരവും സൂര്യപ്രകാശത്തെ വെല്ലുന്ന തേജസ്സുമായി ഗരുഡൻ പുറത്തു വന്നു. ഗരുഡൻ്റെ തേജസ് കണ്ട് അഗ്നിദേവനാണെന്ന് ഭയന്നിട്ട് ദേവന്മാർ അവനെ സ്തുതിച്ചു. പിന്നീട് സ്വന്തം അമ്മയുടെ ദാസ്യവൃത്തി കണ്ട് മനം നൊന്ത ഗരുഡൻ തൻ്റെ സഹോദരങ്ങളായ നാഗങ്ങളോട് ചോദിച്ചു, എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? നാഗങ്ങൾ ആവശ്യപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് അമൃത് കൊണ്ടുവരാനായിരുന്നു. അമ്മയെ രക്ഷിക്കാൻ ഗരുഡൻ സ്വർഗത്തിലേക്ക് പറന്നു. ഗരുഡൻ്റെ ചിറകടിയേറ്റ് പർവ്വതങ്ങൾ വിറച്ചു. സ്വർഗത്തിലെത്തിയ ഗരുഡനെ തടയാൻ ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവസേന അണിനിരന്നു. ഗരുഡൻ്റെ പരാക്രമത്തിന് മുന്നിൽ ദേവന്മാർ ഒന്നൊന്നായി പരാജയപ്പെട്ടു. ഒടുവിൽ അമൃത് സംരക്ഷിച്ചിരുന്ന വിശ്വകർമാവ് നിർമ്മിച്ച അത്ഭുത യന്ത്രങ്ങളെയും നാഗങ്ങളെയും തോൽപ്പിച്ച് ഗരുഡൻ അമൃതകുംഭം കൈക്കലാക്കി. ഗരുഡൻ അമൃതകുംഭവുമായി നാഗങ്ങളുടെ അടുക്കലെത്തി. ദർഭപ്പുല്ലിനുമേൽ അമൃതകുംഭം വെച്ചുകൊണ്ട് ഗരുഡൻ പറഞ്ഞു, ഇതാ അമൃത്, എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുക. തുടർന്ന് നാഗങ്ങൾ വിനതയെ മോചിപ്പിച്ചു. എന്നാൽ അമൃത് കുടിക്കുന്നതിന് മുൻപായി കുളിച്ചു വരുവാൻ ഗരുഡൻ അവരോട് നിർദ്ദേശിച്ചു. നാഗങ്ങൾ കുളിക്കാനായി പോയ സമയം ഇന്ദ്രൻ അവിടെ എത്തി അമൃതകുംഭവുമായി സ്വർഗത്തിലേക്ക് കടന്നു കളഞ്ഞു. തിരിച്ചു വന്ന നാഗങ്ങൾ കുംഭം കാണാതെ നിരാശരായി. അമൃതിരുന്ന ദർഭപ്പുല്ലവർ നക്കിയതിനാൽ ദർഭയുടെ മൂർച്ചയാൽ അവരുടെ നാവുകൾ 2ആയി പിളർന്നു എന്നാണ് ഐതിഹ്യം. അമൃത് കയ്യിലുണ്ടായിട്ടും അത് സ്വന്തമായി ഉപയോഗിക്കാനുള്ള ആഗ്രഹം ഗരുഡൻ കാണിച്ചില്ല. ഈ നിസ്വാർത്ഥതയിലും ഗരുഡൻ്റെ ധൈര്യത്തിലും മാതൃസ്നേഹത്തിലും സംപ്രീതനായ മഹാവിഷ്ണു ഗരുഡന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷിരാജാവേ, നിന്റെ ധീരതയിലും സത്യസന്ധതയിലും ഞാൻ പ്രീതനായിരിക്കുന്നു. നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ഗരുഡൻ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് അങ്ങയേക്കാൾ ഉയരത്തിൽ സ്ഥാനം വേണം. കൂടാതെ അമൃത് പാനം ചെയ്യാതെ തന്നെ എനിക്ക് ചിരഞ്ജീവിയാകണം. ഭഗവാൻ ഈ 2 ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. തൻ്റെ ധ്വജത്തിൽ ഗരുഡന് സ്ഥാനം നൽകിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു, നീ എൻ്റെ ധ്വജത്തിലുണ്ടാകും, ഒപ്പം എനിക്ക് വാഹനമായി വർത്തിക്കുകയും വേണം.
അങ്ങനെയാണ് ഗരുഡൻ മഹാവിഷ്ണുവിന് വാഹനമായി മാറിയത്. മാതൃസ്നേഹത്തിൻ്റെയും അസാമാന്യ കരുത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഗരുഡൻ. ലോകം മുഴുവൻ കീഴടക്കാൻ ശേഷിയുണ്ടായിട്ടും ഭഗവാന്റെ ദാസനായിരിക്കാൻ ഇഷ്ടപ്പെട്ട ഗരുഡൻ്റെ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ഇന്നും ക്ഷേത്രങ്ങളിലെ കൊടിമരങ്ങളിൽ ഗരുഡൻ്റെ സാന്നിധ്യം നാം കാണുന്നു. നാഗഭയത്തിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നവനായി ഗരുഡൻ വാഴ്ത്തപ്പെടുന്നു. ഗരുഡൻ്റെ ഉത്ഭവകഥ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ പിശുക്ക് കൂടാതെ ലൈക്കും ഷെയറൊക്കെ ചെയ്തോളൂ കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ സബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.